നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒറ്റ ദിവസം കൊണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഹീറോയായി മാറി. അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേർക്കുനേർ മറുപടി കൊടുത്ത യുക്രൈൻ പ്രസിഡന്റിന് വീരപരിവേഷമാണ് ഇപ്പോൾ ഉള്ളത്. അമേരിക്കയിൽ നിന്നും സെലൻസ്കി എത്തിയത് നേരെ ബ്രിട്ടനിലേക്കാണ്. അവിടെ രാജകീയ സ്വീകരണമാണ് കിട്ടിയത്. സാൻഡ്രിംഗ്ഹാമിലെ തന്റെ സ്വകാര്യ വിശ്രമ കേന്ദ്രത്തിൽ യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ രാജാവ് ചാൾസ് മൂന്നാമൻ സ്വീകരിച്ചു. യുക്രൈന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ബ്രിട്ടൻ. യൂറോപ്പിന്റെ മനസ്സിൽ സെലൻസ്കിയുടെ ഇമേജ് ഉയരുന്നുവെന്ന് സാരം. ബ്രിട്ടനിൽ സെലൻസ്കിയെ സ്വീകരിച്ച് പ്രധാനമന്ത്രി കീർ സ്റ്റാമറാണ്. സ്നേഹചുംബനമാണ് സെലൻസ്കിക്ക് കിട്ടിയത്. ഇതിനൊപ്പം റഷ്യയെ പ്രതിരോധിക്കാനുള്ള സാമ്പത്തിക കരുത്തും ലഭിച്ചു. ഇതിനിടെ ട്രംപിനെതിരായ രോഷവും ബ്രിട്ടനിൽ ഉയരുന്നുണ്ട്. ബ്രിട്ടനിലേക്കുള്ള ട്രംപിന്റെ വരവ് പോലും റദ്ദാക്കണമെന്നാണ് വാദം സജീവമായിട്ടുള്ളത്. അങ്ങനെ യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ വീണ്ടും പ്രതിസന്ധി രൂക്ഷമാകുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി യൂറോപ്യൻ നേതാക്കളുമായി ഇന്ന് നടക്കുന്ന ഉച്ചകോടിക്ക് UK ആണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാണ് യുക്രൈൻ നേതാവ് UK-യിൽ എത്തിയത്. സന്ദർശന സമയത്ത് കൈവിന്റെ സൈനിക പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി UK സർക്കാർ 2.26 ബില്യൺ പൗണ്ട് വായ്പ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും സെലൻസ്കിയും ശനിയാഴ്ച ഡൌണിംഗ് സ്ട്രീറ്റിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യുക്രൈനിന് $2.8 ബില്യൺ വായ്പകൾ ത്വരിതപ്പെടുത്തുന്നതിനുള്ള കരാറിൽ ഇരുവരും ഒപ്പുവെക്കുകയും ചെയ്തു. UK സർക്കാർ പറയുന്നതനുസരിച്ച് ധനസഹായത്തിന്റെ ആദ്യ ഗഡു അടുത്ത ആഴ്ച തന്നെ വിതരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബ്രിട്ടനിൽ റഷ്യയ്ക്ക് ശതകോടികളുടെ ആസ്തിയുണ്ട്. ഇതെല്ലാം റദ്ദാക്കാനാണ് ബ്രിട്ടന്റെ നീക്കം. പകരം ഇതെല്ലാം യുക്രൈന് നൽകും. സാമ്പത്തികമായി യുക്രൈന് വലിയ കരുത്താണ് ഈ തീരുമാനം ഉണ്ടാക്കുന്നത്. യുക്രൈനിൽ ആയുധ നിർമ്മാണശാലയ്ക്കായി ശതകോടികളുടെ വായ്പയും ബ്രിട്ടനിൽ നിന്നും ലഭിക്കുകയും ചെയ്യും. റഷ്യയുടെ യുക്രൈനോടുള്ള ക്രൂരമായ അധിനിവേശത്തിന് ശേഷം ആ രാജ്യത്തിന് ഏറ്റവും മികച്ച സുരക്ഷ ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് ഇന്ന് നടക്കുന്ന ഉച്ചകോടിയിൽ ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വ്യക്തമാക്കി. സെലൻസ്കിയോട് അനുഭാവം പ്രകടിപ്പിക്കാൻ സ്റ്റാമർ ആഗ്രഹിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയായി പ്രധാനമന്ത്രി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാൻ നടപ്പാതയിലൂടെ നടന്ന് പ്രോട്ടോകോൾ പാലിക്കാതെയുള്ള നടപടി സ്വീകരിച്ചതിലൂടെ മനസ്സിലാക്കാം. പ്രധാനമന്ത്രി ജനക്കൂട്ടത്തിന് നേരെ ആംഗ്യം കാണിക്കുന്നതിനു മുൻപ് ഇരുവരും ആലിംഗനം ചെയ്തിരുന്നു. വൈറ്റ് ഹൌസിൽ US യുക്രൈൻ നേതാക്കൾ തമ്മിൽ നടന്ന ചർച്ചകളിൽ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയിരുന്നത്. നാറ്റോ അംഗത്തിനായുള്ള ശ്രമങ്ങൾക്ക് US അനുകൂലമല്ലെന്ന് ട്രംപ് പറഞ്ഞത് യുക്രൈനിന് കടുത്ത തിരിച്ചടിയാകുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തിയത്. ഇനിയൊരു ധാരണയിൽ എത്തുന്നതുവരെ യുക്രൈന് അമേരിക്കൻ സഹായം ലഭിക്കുമോ എന്ന കാര്യത്തിലും കടുത്ത അനിശ്ചിതത്വം തന്നെയാണ് നിലനിൽക്കുന്നത്. UK-യും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും യുക്രൈന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും അമേരിക്കയുടെ സഹായമില്ലാതെ മേൽപ്പറഞ്ഞ രാജ്യങ്ങൾക്ക് യുക്രൈനെ പിന്തുണയ്ക്കാൻ പരിമിതികളുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം നാറ്റോയുടെ $4.1 ബില്യൺ സൈനിക ബഡ്ജറ്റിന്റെ 22% നൽകുന്നത് US ആണ്. ഞായറാഴ്ച നടക്കുന്ന ഉച്ചകോടിക്കായി യൂറോപ്യൻ നേതാക്കൾ ലണ്ടനിൽ ഒത്തുകൂടിയപ്പോൾ യുക്രൈന്റെ പ്രതിരോധത്തിന് യൂറോപ്യൻ സംഭാവനകൾ വർദ്ധിപ്പിക്കുന്നതിന് സ്റ്റാമർ സമ്മർദ്ദം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ്, നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് എന്നിവർ പങ്കെടുക്കുന്നവരിൽ ഉൾപ്പെടുന്നുണ്ട്. സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച വളരെ മുൻകൂട്ടി നിശ്ചയിച്ചതാണ് എന്നും ട്രംപുമായുള്ള അദ്ദേഹത്തിന്റെ തർക്കത്തിനുള്ള നേരിട്ടുള്ള പ്രതികരണമൊന്നും അല്ല എന്നും റോയൽ വൃത്തങ്ങൾ വാദിക്കുന്നുമുണ്ട്. വാഷിംഗ്ടണും കീവും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഈ വാരാന്ത്യത്തിൽ UK-യിൽ നടക്കുന്ന യോഗങ്ങൾ യുക്രൈനിനുള്ള പാശ്ചാത്യ പിന്തുണയുടെ ഭാവി തന്നെ രൂപപ്പെടുത്തുന്നതാണ്. UK-യിൽ നിന്നുള്ള 2.26 ബില്യൺ പൗണ്ട് വായ്പ യുക്രൈനിൽ ആയുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുമെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. G7 രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്ത $50 ബില്യൺ പിന്തുണാ പാക്കേജിന്റെ ഭാഗമായി മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ നിന്നുള്ള ലാഭം ഉപയോഗിച്ചാണ് കൈവിനുള്ള വായ്പയ്ക്ക് ധനസഹായം നൽകുക എന്ന് ബ്രിട്ടൻ പറഞ്ഞു. യുദ്ധം ആരംഭിച്ചതു മുതൽ UK സർക്കാർ നൽകിയ തുടർച്ചയായ പിന്തുണയ്ക്ക് സെലൻസ്കി നന്ദിയും രേഖപ്പെടുത്തി. ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ച രൂക്ഷമായ വാക്പോരിൽ കലാശിച്ചതിനു പിന്നാലെ സെലൻസ്കിക്ക് പിന്തുണയറിയിച്ച് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളാണ് രംഗത്തു വന്നത്. പരീക്ഷണഘട്ടത്തിൽ യുക്രൈനൊപ്പം തന്നെ നിൽക്കുമെന്ന് നിയുക്ത ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സ് പ്രതികരിച്ചിട്ടുണ്ട്. സ്ഥാനമൊഴിയുന്ന ചാൻസലർ ഓലാഫ് ഷോൾസും പിന്തുണയ്ക്കുന്നു.
ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പിന്തുണച്ചു. യുക്രൈൻ ജനത പൂർണ്ണ നിലയിലുള്ള സമാധാനം കൈവരിക്കും വരെ അവർക്കൊപ്പം നിലകൊള്ളുമെന്ന് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രതികരിച്ചു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലെയ്നും സെലൻസ്കിക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. പോളണ്ട്, അയർലൻഡ്, സ്വീഡൻ, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ രാജ്യങ്ങളും പിന്തുണ അറിയിച്ചു. മലയാളി വാർത്ത ഇൻസൈഡ്.